ഷൈൻ ടീച്ചർ, ഈ കള്ളാടി ദുരന്തത്തിൽ ഇപ്പോൾ സർക്കാരാകെ വെട്ടിലായിരിക്കുകയാണ്. ഇന്നലെ മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ടാണ് ഈ കള്ളാടി ദുരന്ത മേഖലയിലേക്ക് MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വരാത്തത്, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വരാത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ തിരക്കായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിപ്പോൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറിയിട്ടുണ്ട്. മാത്രമല്ല, ആ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഈ നിലപാടും ഒപ്പം അവർ നടത്തിയിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ കണ്ട് ജനങ്ങൾ മൂക്കി കൈവച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ കള്ളാടി ദുരന്തത്തെ നോക്കിക്കാണുന്നത്? ഇന്നലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞത്, അവിടെ ദുരന്ത മുഖത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവരെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്, മരിച്ച ആളുകളെ കൃത്യമായി ബോഡി എംബാം ചെയ്ത് വിട്ടിട്ടുണ്ട്. പക്ഷെ മാധ്യമങ്ങളിലൂടെ നമ്മൾ വേറെ കഥകളാണ് അറിഞ്ഞത്. അതായത് ഈ മരിച്ച കേസ് തന്നെ എടുത്താൽ, ബീഹാർ സ്വദേശിയായിട്ടുള്ള ആ വ്യക്തിയുടെ മൃതശരീരം നേരെ ബാംഗ്ലൂരിലാണ് എത്തുന്നത്. ഇതിനു മുൻപ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ എല്ലാ ആദരവുകളോടും കൂടി അവരുടെ കുടുംബാംഗങ്ങൾക്ക് അടക്കം ഫ്രീ ആയി അവരുടെ ജന്മസ്ഥലത്ത് എത്തി വേണ്ട എല്ലാ പരിക്രമങ്ങളും ചെയ്യാനുള്ള, കർമ്മങ്ങളും ചെയ്യാനുള്ള സൗകര്യവും സംവിധാനവും പോക്കറ്റ് മണി അടക്കം കൊടുത്തിട്ടാണ് ഈ ഗവൺമെന്റ്, അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊടുത്തത്. അപ്പൊ അതിൻ്റെ അകത്ത് ഞാനിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയാൻ ഒരു കാരണം, ഓരോ മുന്നണിയും വെച്ച് പുലർത്തുന്ന ധാർമ്മിക മൂല്യങ്ങളുണ്ട്, മനുഷ്യത്വപരമായ സമീപനങ്ങളുണ്ട്. അത് രാവും പകലും പോലെ വ്യത്യസ്തമാണ് എന്ന് വ്യക്തമാക്കുന്നത് ഏറ്റവും ചെറിയൊരു അവസ്ഥയാണ് നമ്മുടെ മുന്നിൽ കണ്ടത്. 18-ലെ പ്രളയം പോലെയോ 19-ലെ പ്രളയം പോലെയോ 19-20 കാലഘട്ടത്തിലെ കോവിഡ് പോലെയോ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കാതിരിക്കണേ എന്നാണ് എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് കോൺഗ്രസ്സുകാരായിരിക്കുള്ളൂ, UDF ആയിരിക്കുള്ളൂ. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നത് കള്ളാടി മേപ്പാടി ദുരന്തം, ആ പ്രകൃതി ദുരന്തം, സത്യത്തിൽ അത് പ്രകൃതി ദുരന്തമാണോ? ഒരിക്കലും അല്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് പ്രകൃതി ദുരന്തം എന്നാണ്. പ്രകൃതി ദുരന്തമേ അല്ല, അത് മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന് അദ്ദേഹം തന്നെ ആദ്യം പരാമർശിച്ചു അല്ലെ. കാരണം ആ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാറ്റപ്പെട്ടിട്ടുള്ള വലിയ മണല്, ആ മണൽ കൂന വലിയൊരു കൂനയായി രൂപപ്പെട്ടു. അത് കൃത്യമായി മാറ്റണം. ഇപ്പോ കാലവർഷം വരുന്നു, മഴക്കാലം വരുന്നു, മൺസൂൺ വരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് മാറ്റണം, അപകട സാധ്യതയുണ്ട് എന്ന് ജില്ലാ ഭരണകൂടവും പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റും നോടും ഒക്കെ തന്നെ ഈ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ അടക്കം ഇത് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ മാറ്റാം, അവർക്ക് ഒരു സ്ഥലം കാണിച്ചു കൊടുത്താൽ അവർ തന്നെ അവരുടെ സ്വന്തം റിസ്കിൽ മാറ്റാം എന്നുമൊക്കെയുള്ള നിർദ്ദേശങ്ങളും ചർച്ചയുടെ തീരുമാനങ്ങളും കമ്മിറ്റിയുടെ മിനിറ്റ്സും ഒക്കെ നിലവിലുണ്ട്. എന്നിട്ട് പോലും അത് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഒരു ചെറുവിരൽ അനക്കുന്ന ഒരു പ്രവർത്തനം മാത്രമേ അവിടെ ആവശ്യമുണ്ടായുള്ളൂ. കാരണം ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രകൃതി ദുരന്തമല്ല, മറിച്ച് ഈ ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മണൽ വെറുതെ കൂട്ടിയിട്ടിരിക്കുകയാണ്, അതിന് യാതൊരു ഒരു വൃക്ഷത്തിന്റെ വേരുകളുടെ ഒരു ബലമോ ഒന്നുമില്ല, വെറുതെ മണൽക്കൂനയാണ്. അപ്പൊ അതൊരു സ്വാഭാവികമായി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കുറച്ച് കുട്ടികൾ അതിന്റെ മേലെ കയറിയാൽ പോലും ഇടിഞ്ഞ് സ്വാഭാവികമായിട്ട് വീഴുമല്ലോ. ആ സന്ദർഭത്തിലാണ് ഈ ലക്ഷക്കണക്കിന് ക്യൂബിക് ടൺ ഈ മണൽ ഇങ്ങനെ ഷീറ്റ് വിരിച്ച് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിരന്തരമായി മഴ പെയ്യുന്നു. വടക്കൻ കേരളത്തിലൊക്കെ ശക്തമായ മഴ കുറച്ച് ലഭിച്ചിരുന്നല്ലോ ആ സന്ദർഭത്തിൽ. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അത് അവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്, അവിടെ ഒക്കെ റെഡിയാണ്, എല്ലാം റെഡിയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വയനാട് ദുരന്തം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ KSUയും UDFും ഒരു ആപ്പ് ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ പിരിച്ച് അവിടെ മറുവശത്ത് ഗവൺമെന്റിന്റെ ടൗൺഷിപ്പ് ഉയരുന്നു. സ്വാഭാവികമായി ചോദ്യങ്ങൾ ഉയരുന്നു. ഈ ഫണ്ട് എവിടെ, ആ ഫണ്ട് എവിടെ എന്ന് ചോദിക്കാനുള്ള വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം അന്നത്തെ KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വേറെ ചില വിഷയങ്ങളിൽ MLA സ്ഥാനത്തുനിന്ന് മാറി ഒളിവു ജീവിതം നയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അന്നേരം ഇത് പിരിക്കാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ ഈ ഫണ്ട് ജനങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ട് എവിടെ? അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾ മൊത്തം ചോദിക്കാൻ തുടങ്ങി. ഈ യൂത്ത് കോൺഗ്രസ് പിരിച്ചിട്ടുണ്ട്, KSU പിരിച്ചിട്ടുണ്ട്, കോൺഗ്രസ് തനതായിട്ട് പിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പല പിരിവിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഫണ്ട്. അപ്പൊ ഒരു പറഞ്ഞു ഞങ്ങൾ വീട് വെച്ചു കൊടുക്കും, അങ്ങനെയാണെങ്കിൽ വീട് ഇവിടെ. അപ്പൊ പറഞ്ഞു ആ വീട് ഉണ്ടാക്കാനായിട്ടുള്ള പ്രദേശം ഗവൺമെന്റ് തരാമെന്നാണ് പറഞ്ഞിരുന്നത് എന്ന് വെറുതെ ചുമ്മാ പറയാണ്. അപ്പോ അന്ന് ഗവൺമെന്റ് തന്നെ ക്ലിയർ ചെയ്തു, ആരും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരാൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി ഗവൺമെന്റ് പറയുന്നത് കൂടാതെ
ലീഗ് വീടുണ്ടാക്കി ആപ്പുമായിട്ട് നിർമ്മിച്ച് ഇറങ്ങിയത്. ലീഗ് നിർമ്മിച്ച് വീട് കൊടുത്തു. 19ഓളം വീട് നിർമ്മിച്ചു കൊടുത്തു. അതെ. അപ്പൊ അവരോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾക്ക് വല്ല തടസ്സവും പ്രയാസവും ഒക്കെ ഉണ്ടായോ വീട് നിർമ്മിക്കാൻ? അപ്പൊ അന്ന് ശ്രീ കുഞ്ഞാലിക്കുട്ടി അടക്കം അദ്ദേഹം പറഞ്ഞത്, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ലഭിച്ചു. വളരെ നല്ല രീതിയിലുള്ള ഒരു സമീപനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി കൈമാറാൻ കഴിഞ്ഞത്. അപ്പൊ അവരുണ്ടാക്കിയ വീടിന്റെ മെറിറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഒന്നുമില്ല. അവര് പറഞ്ഞ കാര്യം അത് ചെയ്തു കൊടുത്തു. ഇനി അതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ സ്വാധീനവും സംഘടനാ ശേഷിയും പണം പിരിക്കാനുള്ള പ്രത്യേകമായ തന്ത്രങ്ങളും ഒക്കെ കയ്യിലുള്ള കോൺഗ്രസിന്റെ സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ പിരിച്ച പണം എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചു, അവസാനം ഇലക്ഷൻ വരുന്നു. ഇലക്ഷൻ വരുന്നത് കൊണ്ടാണ് കേട്ടോ. ഇലക്ഷൻ വരുന്നത് കൊണ്ട് ഇലക്ഷന്റെ മുന്നിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാതെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞു തീരുമാനമെടുത്തു. കല്ലിട്ടു, വലിയ ഗംഭീരമായ കല്ലിടൽ. ഒരു കല്ലിടുന്നതിന് ദേശീയ നേതാക്കൾ ശ്രീമതി പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളൊക്കെ വന്ന് ഒരു കല്ല് അവിടെ സ്ഥാപിച്ചു. ഈ കല്ല് സ്ഥാപിച്ചിട്ട് വീണ്ടും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ വി ഡി സതീശനോട് ചോദിച്ചോ, പറഞ്ഞു അവിടെ കല്ലിട്ടു, പണി തുടങ്ങിയല്ലോ. അപ്പൊ അവര് ചോദിച്ചു, എവിടെ പണിയൊന്നും അവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ പോയി, നിങ്ങൾ പോയി നോക്ക്, അവിടെ പണി തുടങ്ങി. അപ്പൊ ഈ ഒരു നുണ ഒരു 10-25 വർഷം മുൻപ്, ഒരു 4 നൂറ്റാണ്ട് വരെയെങ്കിലും ഒക്കെ നുണ പറഞ്ഞ് കുറച്ചു കാലം അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒരു മാസമോ ഒക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഡിജിറ്റൽ മീഡിയ യുഗമാണ്, ഡിജിറ്റൽ കാലഘട്ടമാണ്. എന്ത് കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് കാര്യവും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്, നമ്മളറിയാതെ പോലും അവൈലബിൾ ആണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ മാധ്യമങ്ങളെ ആകെ മുൻനിർത്തി ഇദ്ദേഹം പറയുകയാണ്, അവിടെ പണി നടന്നിട്ടുണ്ട്, അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പെരപണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സന്ദർഭത്തിലാണ് അവിടുത്തെ MP ആയിരുന്ന അന്ന് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങള് ഇട്ടിട്ടല്ലേ ഉള്ളൂ, വീടുണ്ടാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പറയുകയാണ്. അപ്പൊ അവിടെ നടന്നു. ഇപ്പൊ ഒരു ദുരന്തം ഉണ്ടായി, മനുഷ്യനിർമ്മിതമായ ഇവരുണ്ടാക്കിയ ദുരന്തമാണ്. ആ ദുരന്തത്തിൽ സത്യം പറഞ്ഞാൽ അവിടുത്തെ MP എന്നുള്ള നിലയ്ക്ക് ശ്രീമതി പ്രിയങ്ക ഗാന്ധി അവിടെ വരേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇല്ലേ? ഇവിടെ നമ്മൾ ഈ പ്രദേശത്ത് ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടുത്തെ ബന്ധപ്പെട്ട MLA, ഇവിടുത്തെ MP ഒക്കെ വരും. അപ്പൊ ഈ ചോദ്യം മാധ്യമപ്രവർത്തകര് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് ചോദിച്ചു. അപ്പൊ അവരൊക്കെ വലിയ തിരക്കോ, അത് ഇംഗ്ലീഷിൽ വലിയ തിരക്കുള്ള ആളുകളാണ്, അപ്പൊ അവർക്കൊന്നും ഇത് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കോൺഗ്രസ് എങ്ങനെ കാണുന്നു എന്നുള്ളത്. ഇന്നത്തെ കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ കാണുന്നു? വെറും കൃമികീടങ്ങളെ പോലെ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജും ഫേഷ്യൽ എക്സ്പ്രഷനും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വേറൊരു ആളുണ്ട്. അത് ഇവിടെ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം അന്ന് പറഞ്ഞത്, ജനങ്ങളെ അഭിസംബോധന ചെയ്തത് പ്രജകൾ എന്നാണ്, ഇല്ലേ? ഏതാണ്ട് അതേ മനോഭാവമാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ ഉള്ളത്. അതായത് അവരാ ജന്മിത്ത കാലഘട്ടത്തിൽ നിന്ന്, അതിന്റെ മൂല്യങ്ങളിൽ നിന്ന് ജനാധിപത്യ മൂല്യങ്ങളിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ജന്മിത്വം നാട് ഉപേക്ഷിച്ചു, ഒരു പരിധിവരെയും കേരളം ഉപേക്ഷിക്കപ്പെട്ടു, നമ്മൾ അതിന് മറികടന്നു. പക്ഷെ ഇപ്പോഴും ജന്മിത്ത കുടിയാൻ ബന്ധത്തിന്റെ സമാനമായ സാമൂഹ്യ സാമ്പത്തിക ബന്ധങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങൾ നിലനിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. അവിടെയാണ് ജനിച്ച് വളർന്ന് ഇവര് രാഷ്ട്രീയം പയറ്റി മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവരുടെയൊക്കെ മനസ്സിൽ ഈ വോട്ട് ചെയ്യുന്ന മനുഷ്യരെന്ന് പറഞ്ഞാൽ കൃമികീടങ്ങളാണ്, അല്ലെങ്കിൽ പ്രജകളാണ്. ഞങ്ങളൊക്കെ രാജാക്കന്മാരാണ്. ഈ രാജമനോഭാവം, ആ ഒരു ആധിപത്യ മനോഭാവമാണ് ഇവർ ഈ ദുരന്ത സന്ദർഭങ്ങളിലൊക്കെ ഓടിയെത്തേണ്ട ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഓടിയെത്തേണ്ട. അവർക്ക് അവർ വലിയ തിരക്കാണ്, വരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇവര് ഈ ജനാധിപത്യ പ്രക്രിയയിലൂടെ ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരം പിടിച്ചെടുത്തത്? എന്തിനു വേണ്ടിയാണ്? ജനങ്ങളെ സേവിക്കാനല്ലെങ്കിൽ, അല്ലേ? അത് കോൺഗ്രസും ചിന്തിക്കേണ്ടതാണ്. എന്തിനാണ് ഈ മനുഷ്യരെയൊക്കെ കോൺഗ്രസിന്റെ നേതാക്കൾ, ചില പ്രത്യേക ആളുകൾ അവരെ ഇങ്ങനെ സ്ഥിരം MLA ആയും സ്ഥിരം മന്ത്രിയായും സ്ഥിരം MP ആയും അവരുടെ മരണശേഷം അവരുടെ ഭാര്യയോ അവരുടെ മക്കളോ ഒക്കെ തന്നെ ഈ പരമ്പരാഗതമായി ഏതാണ്ട് ഒരു രാജവാഴ്ച, പേര് ജനാധിപത്യം, പക്ഷെ ഏതാണ്ട് രാജവാഴ്ചയ്ക്ക് സമാനമായ ഒരു സമീപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോ
നെഹ്റു കഴിഞ്ഞു, ഇന്ദിരാഗാന്ധി വന്നു, ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധി വന്നു, രാജീവ് ഗാന്ധിക്ക് ശേഷം സോണിയ വരേണ്ടതായിരുന്നു. BJP ഒക്കെ ഇടപെട്ട് ആ ഒരു ഇടപെടലൊന്നും നമുക്ക് അഭിപ്രായമില്ല കേട്ടോ. പക്ഷെ അത് അവിടെ തടസ്സപ്പെടുത്തി മകൻ രാഹുൽ വന്നു, ഇപ്പൊ പ്രിയങ്ക വന്നു, ഇനി അടുത്തത് പ്രിയങ്കയുടെ മകനോ ശ്രീ രാഹുൽ ഗാന്ധിക്ക് മക്കളില്ല എന്നത് കൊണ്ട് ചിലപ്പോ പ്രിയങ്കയുടെ മകനായിരിക്കും അടുത്തത് വരിക. അപ്പൊ ഇവരെ സംബന്ധിച്ച് അധികാരം എന്നുള്ളത് ആ രാജവാഴ്ചയ്ക്ക് സമാനമായ ഒരു മാനസികാവസ്ഥയിൽ ചില പ്രത്യേക ജനാധിപത്യത്തിലാണെങ്കിൽ പോലും ചില പ്രത്യേക അധികാരാവകാശങ്ങളോടുകൂടി ജീവിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്, അല്ലാതെ ജനസേവനത്തിനുള്ള ഒരു മാർഗമേ അല്ല. അത് നമ്മൾ രാഹുൽ ഗാന്ധി ഇവിടെ MP ആയിരുന്ന സമയത്തും നമ്മൾ കണ്ടാണോ, വയനാട് ദുരന്ത സമയത്തൊന്നും അദ്ദേഹം കാര്യമായിട്ടൊരു ഔട്ട് ഇട്ടിട്ടില്ല, വന്നിട്ടില്ല. ഇപ്പൊ ഇവിടെ പ്രിയങ്ക ഗാന്ധി അതുപോലെ തന്നെയാണെന്ന് കാണിക്കുകയാണ്. ഒരു അല്ല, ടൗൺഷിപ്പ് നിർമ്മിച്ചു കഴിഞ്ഞപ്പോ ശ്രീമതി പ്രിയങ്ക ഗാന്ധി അടക്കം അവിടെ വന്നിട്ട് അവർക്ക് സംഭാവന കൊടുത്തത് കലണ്ടറാണ്. എന്നിട്ട് ഒരു 5 പൈസയുടെ ഒരു കൈനീട്ടം കൊടുക്കാത്ത ഈ വിഭാഗം വന്നിട്ട് അവിടത്തെ ചുമര് തട്ടി നോക്കുന്നു, അതിന്റെ ക്രാക്ക് വല്ലയിടത്തുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ബഹുരസമാണ്. ഇതൊക്കെ എങ്ങനെ നമ്മുടെ മലയാളികൾ സഹിക്കുന്നു എന്ന് ഓർത്തിട്ട് വല്ലാത്തൊരു അത്ഭുതമാണ് തോന്നുന്നത്. ഈ വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് അടുത്ത കലണ്ടറുമായി പ്രിയങ്ക ഗാന്ധി വരുമെന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. മറ്റൊരു കാര്യം, ഇപ്പൊ ഈ കള്ളാടി വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് അവിടെ എത്തുമ്പോൾ, ഈ ദുരിതാശ്വാസ ക്യാമ്പ് മേപ്പാടി പോളിടെക്നിക് കോളേജിലായിരുന്നല്ലോ, അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ ഇവിടെ ഞങ്ങൾക്ക് വസ്ത്രം പോലും മാറാനുള്ള സൗകര്യമില്ല എന്ന് ഈ പറയുന്ന പിണറായി വിജയനോട് പറയുകയാണ്. അതായത് മുഖ്യമന്ത്രിയോട് പറയാത്തത് പലതും പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു? സ്വാഭാവികമായി അവർക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ, ഒരു സംവിധാനത്തെ കുറിച്ച്, ഒരു ഗവൺമെന്റിനെ കുറിച്ച് ഒരു ചിത്രം, ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ അനുഭവമാണ് അവരെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരത്തിൽ ഏറ്റെടുത്ത് കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന ഒരു ഭരണപരമായ ഒരു മേൽക്കൈ ഇല്ല. പ്രതിപക്ഷത്ത് നിൽക്കുകയാണ്. പക്ഷെ പ്രതിപക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ പോലും അത് നിയമസഭയിൽ അവതരിപ്പിച്ച് ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യിപ്പിക്കും എന്നുള്ള ബോധ്യമാണ് ജനങ്ങൾക്ക്. ഇപ്പോ അതാണല്ലോ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഇത്തരം ഏറ്റവും ചെറിയ ദുരന്തം, ചെറിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ വയനാട് ദുരന്തം പോലെയുള്ള ഒരു ദുരന്തമല്ല, മറിച്ച് നമ്മുടെ അശ്രദ്ധ കൊണ്ട്, ഭരണകൂടത്തിന്റെ അശ്രദ്ധ കൊണ്ട് ഉണ്ടായ ഒരു ദുരന്തമുഖത്ത് പോലും കൃത്യമായി ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ട ആശ്വാസം കൊടുക്കാത്ത ഒരു ഭരണകൂടമായി ഈ 50 ദിവസത്തിൽ മാത്രം പ്രായമുള്ള ഒരു ഗവൺമെന്റ് സംവിധാനം മാറിയിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല, അല്ലെ? തീർച്ചയായിട്ടും. കാരണം ഇനിയൊരു പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ ഒരു മഹാമാരിയോ ഉണ്ടാവരുതേ എന്നാണ് എല്ലാ മനുഷ്യരുടെയും പ്രാർത്ഥന. കാരണം അങ്ങനെ ഉണ്ടായാൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? കാരണം പ്രസംഗിക്കാൻ കഴിവുള്ള ഭരണാധികാരികളാണ്, വാചാലതയുള്ളവരാണ്, എല്ലാ കാര്യങ്ങളും ഡൈവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ കള്ളം പ്രചരിപ്പിച്ച് അതിലൂടെയൊക്കെ രക്ഷപ്പെടാൻ വലിയ വൈദഗ്ധ്യവും തന്ത്രവും കഴിവും ഒക്കെ ഉള്ളവരാണ് ഇന്നത്തെ ഭരണകർത്താക്കൾ. പക്ഷേ ഒരു ജീവിതം അപായ സാഹചര്യത്തിൽ നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ജനങ്ങൾക്ക് ഇത്തരം സംസാരം കൊണ്ടൊന്നും മറികടക്കാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ദുരന്തങ്ങളും പ്രകൃതി ദുരന്തങ്ങളടക്കം മഹാമാരികളടക്കം അടുത്ത 5 വർഷം ഉണ്ടാവരുതേ എന്നാണ് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും എന്നാണ് മനസ്സിലാക്കുന്നത്.